ഒന്ന് മിണ്ടാതിരുന്നേ. വിഷ്ണു, നീ ഇരിക്ക്. എടാ ഇരിക്കട നീ അങ്ങോട്ട്. എന്റെ വിഷ്ണു, നീ ഇരിക്ക് മോനെ. വിശപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും രണ്ടുപറ്റും നീ കഴിച്ചേ പറ്റൂ. എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇനി സാധിക്കും തോന്നില്ല. അതുകൊണ്ട് ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും കൂടി കഴിക്കാന്ന് ഞാൻ പറഞ്ഞത്. ഒരുപാട് പേർക്ക് അന്നം കൊടുത്തിട്ടുള്ള വീടാ ഇത്. ഒരു കാലത്ത് ഇവിടെ ആരെങ്കിലുമൊക്കെ ഉച്ചഭക്ഷണം തേടി വരികയും ചെയ്യുമായിരുന്നു. സത്യഭാമയുടെ അടുത്ത് ചെന്ന് വയറ് നിറയെ ആഹാരം കിട്ടുമെന്ന് പൊതുവെ ഒരു സംസാരം ഉണ്ടായിരുന്നു. അത്താഴഭക്ഷണിക്കാരുണ്ടോന്ന് ചോദിച്ച രാത്രി വാതില് പോലും അടച്ചോണ്ടിരുന്നത്. എന്നും ഭക്ഷണം ഉണ്ടാക്കുമ്പോ അതുകൊണ്ട് തന്നെ 2-3 പേർക്ക് കൂടുതൽ ഉണ്ടാക്കുമായിരുന്നു. ഭക്ഷണം കൂടുതൽ ഉണ്ടാക്കി കളയുന്നു എന്നും പറഞ്ഞ് രാഘവേട്ടൻ എന്നെ എപ്പോഴും വഴക്ക് പറയുമായിരുന്നു. പക്ഷെ ചില നേരത്ത് കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മമാര് ഓടി വരും വിശന്നിട്ട്. അല്ല, രാഘവേട്ടനത് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഒരിക്കലൊരു ഗർഭിണി വന്നു. 2 ദിവസമായത്രേ അരിയാഹാരം കഴിച്ചിട്ട്. വയറ് നിറയെ ഭക്ഷണവും കൊടുത്ത് പ്രസവത്തിനുള്ള പൈസയും കൊടുത്തിട്ടാ ഞാൻ വിട്ടത്. ഇത് ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാലേ, ഇനി അങ്ങനെ ആരെങ്കിലുമൊക്കെ തിരക്കി വന്നാലേ കൊടുക്കാൻ നമ്മളുമില്ല. കൊടുത്തിരുന്നു പേടുമില്ല. അല്ല, ഇതെന്താ ആരും ഒന്നും കഴിക്കാത്ത? ഞാൻ ഇതിനകത്ത് വിഷമൊന്നും കലർത്തിയിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് കഴിക്കാം. അല്ല, ഇനി ഞാൻ നിങ്ങളുടെ ഒപ്പം ഇരുന്ന് കഴിക്കണോ? എങ്കിൽ ഞാനും ഇരിക്കാം. കഴിക്കുന്നേ. ഇവിടുന്ന് ഇറങ്ങുന്നില്ല. സങ്കടമില്ലാന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല സങ്കടമുണ്ട്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ബെസ്റ്റ്. അതും തീർത്തോ? രോഹിത്തെ, നീ ഇങ്ങനെയാ കുടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അടുത്ത അമാവാസി വരെ ഒന്നും നീ കാണുന്നു തോന്നില്ല. കറുത്ത വാവിന് വീട്ടുകാരെങ്കിലും നിനക്ക് വേണ്ടി ബലിയിടേണ്ടി വരും. ആര് ബലിയിടാൻ? സ്വന്തം എന്ന് പറയാൻ ആരും ഇല്ലാത്തവന് മറ്റുള്ളവരിടുന്ന വെളിച്ചോറ് കാട്ടു തന്നെയാ യോഗം. മക്കളില്ല, ഭാര്യയില്ല, ബന്ധുക്കൾ ആരുമില്ല. ഞാൻ ചത്ത ഇടിച്ച് നിലവിളിച്ച് കരയാൻ പോലും ആരുമില്ല. അങ്ങനെ ഒരുത്തൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് തന്നെ വേസ്റ്റാ. വേസ്റ്റ്. രോഹിത്തെ, നിനക്ക് ആരുമില്ലാന്ന് നീ അങ്ങ് സ്വയം തീരുമാനിച്ചാൽ മതിയോ? ആളും അർത്ഥവും വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനിയും നിന്റെ ജീവിതത്തിലേക്ക് ആള് വരും. നിന്നെ സ്നേഹിക്കാൻ കഴിയുന്ന, നിന്റെ ജീവിതത്തിന് താങ്ങും തണലും ആകാൻ തയ്യാറാവുന്ന നല്ല പെൺകുട്ടികള്. അവരെയും കെട്ടി അന്തസ്സായിട്ട് ശ്യാമയ്ക്ക് മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതല്ലാതെ മനസ്സും തളർന്ന് കുറെ കള്ളും വലിച്ചേറ്റി ജീവിതം കുടിച്ചു തീർക്കാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ സംഭവിക്കും. കാക്കയ്ക്ക് ചോറ് വയ്ക്കാൻ ഒരാളും കാണില്ല. എന്താ, മറ്റൊരു പെണ്ണിനെ ശ്യാമയുടെ സ്ഥാനത്തേക്ക് നോക്കിയാലോ? അപ്പൊ പിന്നെ മോള്? എനിക്കെന്റെ മോളെ പിരിയാനൊന്നും പറ്റില്ല. എന്റെ ചോര അല്ലായിരിക്കാം, പക്ഷെ എന്നെ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചത് അവളാ. എനിക്കങ്ങനെ എന്റെ മോളെ എന്നിൽ നിന്ന് തള്ളിക്കളയാനൊന്നും പറ്റില്ല. എനിക്കെന്റെ പാപ്പയെ വേണം. രോഹിത്തെ, നീ നന്നാവില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അവരാ കൊച്ചിനെ വിട്ടുതരുമോ? വിഷ്ണുവിന്റെ മോളാണെന്ന് വിഷ്ണു മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നീ എന്ന ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെ അവരംഗീകരിക്കുമോ? പപ്പി രഹസ്യം അറിയാത്തത് കൊണ്ട് കൊള്ളാം.
അല്ലെങ്കിൽ അവള് നിന്നെ അംഗീകരിക്കുന്നു തോന്നുന്നുണ്ടോ? ഇല്ല, എന്റെ മോളെന്നെ ഒരിക്കലും തള്ളി പറയില്ല. അവൾക്ക് ഈ ഞാനെന്ന് വെച്ചാൽ ജീവനാ. എന്റെ മോളെ ഒരിക്കലും ഞാൻ തള്ളി പറയില്ല. എനിക്ക് അവളെ വേണം. അവളില്ലാതെ എനിക്ക് ജീവിക്കാനൊന്നും പറ്റില്ല. എനിക്കിപ്പോ എന്റെ മോളെ കാണണം. രോഹിത്തെ, നീ എങ്ങോട്ടാ? വിഷ്ണു, ലോറികളെല്ലാം എനിക്ക് എന്റെ മക്കളെ പോലെ. മക്കളെ കൊണ്ട് പണിയെടുപ്പിച്ച് കഴിയുന്നൊരു ബാപ്പ. ഞാൻ എൻ്റെ ഒരു മകനെ നിന്നെ ഏൽപ്പിക്കുക. ദാ, കാത്തു സൂക്ഷിച്ചോണം. ഈശ്വര, സുബേർക്കയുടെ ഈ മകനെ ഞാൻ എൻ്റെ സ്വന്തം മകനെ പോലെ നോക്കിക്കോളാം. ഇനി ഇവനെന്നും എൻ്റെ മകൻ തന്നെയാ. പല സ്ഥലത്തു നിന്നും പലതും എടുക്കേണ്ടി വരും. ചിലപ്പോ വീട്ടു സാധനങ്ങൾ വരെ എടുക്കേണ്ടി വരും. ഇന്നിപ്പോ വെട്ടിയിട്ട തടിയെടുക്കുന്ന പണിയാ. അതെടുത്തു കഴിയുമ്പോ ഞാൻ വിളിക്കാം. വരുന്ന ഓരോ പണിക്കനുസരിച്ച് ഓടേണ്ടി വരും. ഓട്ടത്തിനനുസരിച്ചുള്ള കൂലി ശമ്പളത്തിൽ അപ്പപ്പോ കൂടുകയും ചെയ്യും. ഞാൻ നന്നായി വരണമെങ്കിൽ ഇക്കയുടെ അനുഗ്രഹം മാത്രം ഉണ്ടായാൽ മതി. എന്നാ പോടാ. ഞാൻ എപ്പോഴേ റെഡി ആശാനെ. എന്നാ പോയിട്ട് വരേക്ക. ആ, നന്നായി വരും. വാടാ, ഒന്ന് കയറടാ. എപ്പ കേരിന്ന് വെച്ച പോലെ.